ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ജിസായി തമിഴ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ അരിയെടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മട്ടരിയാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ ഉണ്ണികൾക്കൊക്കെ ഇഷ്ടം മട്ടരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തെർമൽ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടരിയൊക്കെ കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇതാ ഞാനിവിടെ നന്നായിട്ട് തിളക്കാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇവിടെ മുരിങ്ങക്കായും പരിപ്പാണ് കേട്ടോ കറി വെക്കുന്നത്. ഇതാ ക്യാരറ്റ് ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പത്തിനും ചോറ് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ചിട്ടോ. എന്നിട്ട് ഇത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കാബേജ്, ക്യാരറ്റ്, വേപ്പിൻ്റെ ഇല, സവാള, പച്ചമുളക്, തേങ്ങ, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായി തിരുമ്പി യോജിപ്പിച്ചിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് പിന്നെ പരിപ്പും പിന്നെ സവാള, പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഈ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലത്തെ ചിക്കൻ്റെ ഗ്രേവിയും പിന്നെ നെയ്ച്ചോറൊക്കെ ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ മുരിങ്ങക്കായ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉപ്പും മുളകുപൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെച്ച് ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കോൺഫ്ലവറും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടെ മസാല തേച്ച് വേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. വരയ്ക്കാനൊന്നും ഇങ്ങനെ മീനിൻ്റെ വരയിടാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ. ഒരു മോൾക്ക് പനിയായതുകൊണ്ട് തന്നെ വല്ലാതെ വാശി പിടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടതിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുത്ത് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗമായി കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചാള കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുളക് കറി. റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാനിവിടെ ഉപ്പേരിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു, നെയ്ച്ചോറ് മാറ്റി വെച്ചു. പിന്നെ ഗ്രേവി അങ്ങനെ തന്നെ വെച്ചിട്ടോ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മുരിങ്ങക്കായുടെ കറി താളിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ. താളിപ്പൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താ അവിടെ കുറേ പാത്രമായിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് ആക്കി അതിന് ശേഷം എന്താ ചോറ് നോക്കിയപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടുപാത്രത്തിലേക്ക് ചോറ് ഊറ്റിയെടുക്കാൻ കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇതാ നല്ല ചാളമുളക് കറി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ ഗ്രേവി എല്ലാതും കൂടിയിട്ട് ചോറ് കഴിക്കാൻ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ.